പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ വലിയ നോയമ്പ് കാലത്ത് നമ്മുടെ ജീവിതം ജീവിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. നമ്മുടെ മാമോദിസ ആ ദിവസം മുതൽ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹവും ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭയം കൂടാതെ ശക്തിയോടെ വിശ്വാസപൂർവ്വം കർത്താവായ യേശു മിശിഹായെ ഏറ്റുപറയുകയും ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളായി തീരണം. നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ കർത്താവായ യേശു മിശിഹായെ പോലെ മാറണം. കർത്താവിൻ്റെ മനോഭാവം, കർത്താവിൻ്റെ ചിന്ത, കർത്താവിൻ്റെ പ്രവൃത്തി, കർത്താവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ജീവിക്കുന്നത് പോലെ കർത്താവിനെ പോലെ തന്നെ നമ്മൾ നമ്മുടെ ആത്മാവിനെ പിതാവായ ദൈവത്തിനോടും പരിശുദ്ധാത്മാവോടും ചേർത്ത് വെച്ചുകൊണ്ട്, സഭയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ആധ്യാത്മികമായ ജീവിതത്തിൽ വളർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. ഓരോ ക്രിസ്ത്യാനിയുടെ ദൗത്യം, അവൻ്റെ ജീവിതത്തിലെ ദൗത്യം ഇത് തന്നെയാണ്. ഈ ലോകത്തിലെ അന്ധകാരത്തെയും ഈ ലോകത്തിലെ ഒന്നിനെയും ഭയം കൂടാതെ വിശ്വാസപൂർവ്വം കർത്താവായ യേശു മിശിഹായെ സ്വീകരിക്കണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ എടുത്തിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 8 മുതൽ 12 വരെ തിരുവചനങ്ങളാണ്. ഇതിൻ്റെ സാരാംശം ഇത് തന്നെയാണ്: ഭയം കൂടാതെ സാക്ഷ്യം നൽകുക. അപ്പം നമ്മുടെ സാക്ഷ്യം കർത്താവായ യേശു മിശിഹായ്ക്കാണ് നമ്മൾ നൽകുന്നത്. പക്ഷേ ചില സമയത്ത് നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി തികച്ചും മാനുഷികമായോണ്ട് നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് മനുഷ്യന് വേണ്ടി സാക്ഷ്യം പറയും. നമ്മൾ പറയുന്ന ചില സാക്ഷ്യങ്ങൾ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയും ചില സാക്ഷ്യങ്ങൾ മനുഷ്യനെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷെ ഇത് രണ്ടുമല്ല. നമ്മൾ ഈ ഭൂമിയിൽ കടന്നു വന്നത് കർത്താവിന് വേണ്ടി ജീവിക്കാനും കർത്താവിൻ്റെ സുവിശേഷത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ലോകത്തിനോട് പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും വിളിച്ചു പറയണം: എനിക്കൊരു നാഥനും ഒരു ഗുരുവുമായ കർത്താവുണ്ട്. എൻ്റെ കർത്താവായ യേശു മിശിഹാ 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എൻ്റെ കർത്താവായ യേശു മിശിഹായുടെ ജീവിതത്തിൽ അനുഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ഇന്ന് ഞാനും അതേ കർത്താവിൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും എൻ്റെ പ്രവൃത്തിയും ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ ജീവിതം കർത്താവിനെ പോലെ തന്നെ ഞാൻ സമർപ്പിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം മനസ്സിലാക്കണം. ഇവിടുത്തെ 8-ാമത്തെ വാക്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ ഇന്ന് ഏറ്റുപറയുന്ന ഏവരെയും ദൈവത്തിൻ്റെയും ദൂതന്മാരുടെയും മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം: ഭൂമിയിൽ ഞാൻ എന്ത് ചെയ്യുന്നോ അതാണ് എൻ്റെ സ്വർഗത്തിൽ എൻ്റെ അന്ത്യവിധി. ഭൂമിയിൽ എത്ര നന്മ ചെയ്താൽ സ്വർഗത്തിലും എനിക്ക് നന്മ മാത്രം ലഭിക്കും. ഭൂമിയിൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ എനിക്ക് അനുഗ്രഹത്തിനുള്ള കാരണമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു മിശിഹായെ തള്ളിക്കളഞ്ഞാൽ, കർത്താവായ യേശു മിശിഹായെ തള്ളിപ്പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമില്ല, കൃപയില്ല, നമ്മുടെ ജീവിതത്തിൽ സ്നേഹമില്ല. ഞാൻ ജീവിക്കുന്നുണ്ട്, എൻ്റെ ശരീരം മാത്രമേ ജീവിക്കുന്നുള്ളൂ. എൻ്റെ ഹൃദയത്തിൽ തുടിക്കുന്ന ഈശോ എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നില്ല. ഞാൻ എന്നേ മരിച്ചു കഴിഞ്ഞു. ശരീരം മാത്രം ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? ശരീരവും ആത്മാവും ഒരേപോലെ കർത്താവിൻ്റെ നാമത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം. പ്രിയമുള്ളവരെ, കൃത്യമായിട്ട് നമ്മൾ കർത്താവിലേക്ക് സമർപ്പിക്കണം, കർത്താവിനെ സ്വീകരിക്കണം, കർത്താവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റണം. പ്രിയമുള്ളവരെ, കൃത്യമായിട്ട് നമ്മൾ ഓർക്കണം. അതായത് നമ്മളൊരു 9-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ടല്ലോ: മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. മനുഷ്യപുത്രനെതിരെ സംസാരിക്കുന്ന ഏത് പാപം ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ എതിരെ എന്ത് പറഞ്ഞാലും അതൊരിക്കലും ക്ഷമിക്കപ്പെടത്തില്ല. കാരണം എന്താണെന്നോ, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് ആരാണെന്നും പരിശുദ്ധാത്മാവ് എന്താണെന്ന് നമുക്ക് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നോക്കാം. 1 യോഹന്നാന്റെ പുസ്തകം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ്. യേശു ക്രിസ്തു ജലത്താലും ആത്മാവിലും മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. ആത്മാവിന് സാക്ഷ്യം നൽകുന്നത് ആത്മാവ് സത്യമാണ്. പ്രിയമുള്ളവരെ, ആത്മാവിന് സാക്ഷ്യം നൽകുന്ന സത്യമാണെന്ന്, അതായത് ഞാൻ ഒരു ക്രിസ്ത്യാനിയായി ജനിക്കുകയും എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിനെതിരെ ഞാൻ എന്ത് പ്രവർത്തിച്ചാലും അത് പരിശുദ്ധാത്മാവിൻ്റെ എതിരെ ഒരു പാപമാണ്.
നമുക്ക് മനസ്സിലാക്കണം, പിതാവായ ദൈവവും പുത്രനായ യേശു മിശിഹയും ഇവർ രണ്ടുപേരും ഓരോ വ്യക്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാകും, പിതാവായ ദൈവം ഒരിക്കലും തന്നെ മനുഷ്യൻ്റെ മരണത്തിലോ മനുഷ്യൻ്റെ ജീവിതത്തിൽ പിതാവായ ദൈവം ഇടപെടുന്നില്ല. പക്ഷേ പുത്രനായ ദൈവം മാത്രമേ ഓരോ മനുഷ്യൻ്റെ ജനനവും മരണത്തിൽ ഇടപെടുന്നുള്ളൂ. നമുക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ കൃത്യമായി കാണാം, പിതാവ് മരണവും ശിക്ഷാവിധിയും എല്ലാം പുത്രനായ യേശുവെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം പിതാവ് സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഭൂമിയിൽ പിതാവ് സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെന്നും പിതാവിൻ്റെ എല്ലാം അനുഗ്രഹമാണെന്നും പിതാവിന് പൂർണ്ണമായ ബോധ്യമുള്ളത്. പിതാവ് ഒരിക്കലും മനുഷ്യൻ്റെ ഇടയിൽ ഇടപെട്ടിട്ടില്ല. പക്ഷേ പുത്രനായ യേശു ആണ് ഓരോ വ്യക്തിക്കും മരണത്തിൻ്റെ കുറിച്ചും ശിക്ഷാവിധിൻ്റെ കുറിച്ചും കൃത്യമായി നോക്കിക്കൊണ്ട് അവർക്ക് അർഹമായി നൽകുന്നത്. അപ്പോൾ പിതാവും പുത്രനും ഒരേ സമയത്ത്, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പിതാവിൽ നിന്ന് പുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ലോകത്തിൻ്റെ രക്ഷകനായ യേശു മിശിഹ നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്തത്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേപോലെ നമ്മളിൽ വസിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ എതിരെ നമ്മൾ എന്ത് പാപം ചെയ്താലും അതൊരിക്കലും ക്ഷമിക്കപ്പെടുന്നില്ല എന്ന് സഭാപിതാക്കന്മാരും നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും വലിയ സമർപ്പണവും ഏറ്റവും വലിയ ഏറ്റുപറച്ചിൽ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് കാണണം. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിയുടെ പേര് നിക്കോദെമോസ് ആണ്. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നിക്കോദെമോസിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവൻ ഭൂമിയിൽ എല്ലാ വ്യക്തികളുടെ മുമ്പിൽ കർത്താവായ യേശു മിശിഹായെ സ്വീകരിക്കുകയും കർത്താവായ യേശു മിശിഹായെ ഏറ്റുപറയുകയും ചെയ്തു. ഇതിനായാലും വലിയൊരു ഏറ്റുപറച്ചിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പിതാവേ, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്നവനായോണ്ട് അങ്ങ് ഈ അടയാളങ്ങൾ ചെയ്യുന്നെന്നാണ് നിക്കോദെമോസ് പറഞ്ഞത്. നമുക്ക് മനസ്സിലാക്കണം, നിക്കോദെമോസ് ഒരു സമയത്ത് കർത്താവിൻ്റെ എതിരെ നിന്ന ഒരു വ്യക്തി ഇന്ന് കർത്താവിന് മുമ്പാകെ കർത്താവിന് വേണ്ടി സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, കർത്താവ് എത്ര വലിയവനാണ്. സത്യം കണ്ടാൽ സത്യത്തിന് പുറകെ മനുഷ്യൻ പോകും. ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ കർത്താവിൻ്റെ നാമം പ്രഘോഷിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ കർത്താവായ യേശു മിശിഹ സത്യമാണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ടായിരിക്കും നമ്മൾ കർത്താവായ യേശു മിശിഹയുടെ പുറകെ പോകാത്തെ. പക്ഷേ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് വെറുമൊരു പ്രകാശമല്ല, സത്യപ്രകാശമായ യേശു ആണ്. നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ട വെറുമൊരു വഴിയല്ല, ജീവന്റെ വഴിയായ സത്യ യേശു ആണ് ആ വഴിയിൽ കൂടെ നടന്നു പോയത്. അതുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലായത്, സഖ്യവോസ് കർത്താവായ യേശു മിശിഹയെ കാണാൻ വേണ്ടി മുമ്പോട്ട് ഓടിയപ്പോൾ അവന് ഒരു കാര്യം അവന് വളരെ ഉറപ്പുണ്ടായിരുന്നു, കർത്താവായ യേശു മിശിഹ ഈ വഴിയിൽ കൂടെ തന്നെ കടന്നു പോകും. ഒരു പക്ഷേ ആ നഗരത്തിൽ എത്രയോ വഴിയുണ്ട്, പക്ഷേ സഖ്യവോസ് കൃത്യമായിട്ട് മനസ്സിലാക്കി, എൻ്റെ നാഥനും എൻ്റെ ഗുരുവുമായ എൻ്റെ കർത്താവായ യേശു മിശിഹ ഈ വഴിയിൽ കൂടെ ആയിരിക്കും കടന്നു പോകാൻ പോകുന്നത്. അതുകൊണ്ട് സഖ്യവോസ് അതേ വഴി തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, കർത്താവ് നടക്കുന്ന വഴിയായിരിക്കണം നമ്മളും തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ആ വഴി തിരഞ്ഞെടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ കൃപയും കടന്നു വരും. പ്രിയമുള്ളവരെ, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാൽ നമുക്ക് അറിവും വിജ്ഞാനവും സത്യത്തിനൊരു വെളിച്ചപ്പാടുണ്ടാവും. സത്യത്തിനെ കുറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ നിൽക്കുമ്പം സത്യം ചൊല്ലി നമ്മൾ ജീവിക്കുമ്പോൾ ഈ സത്യമാണ് നമ്മളെ സ്വതന്ത്രമാക്കുന്നത്. ഈ സത്യമാണ് നമുക്ക് ജീവന്റെ ശക്തി നൽകുന്നത്. എവിടെ എന്ത് പറയണം, ഇതെല്ലാം പരിശുദ്ധാത്മാവ് നേരത്തെ തന്നെ നമുക്ക് കൃത്യസമയത്ത് നമുക്ക് നൽകും. സുഭാഷിതങ്ങൾ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, എന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു, അവിടുന്ന് വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. നമുക്ക് മനസ്സിലാക്കണം, കർത്താവ് നമുക്ക് അറിവും വിവേകവും നൽകുന്നുണ്ട്. ഈ ഒരു നോയമ്പ് കാലത്ത് ഏറ്റവും കൂടുതലും പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സത്യ യേശുക്ക് വേണ്ടി സാക്ഷ്യം നൽകിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. യേശുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ യേശു നമ്മളെ എല്ലാ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്കും നമുക്ക് കൂടുതൽ കൃപയും സ്നേഹവും ദൈവം നൽകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.